നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ചട്ടങ്ങൾ കാറ്റിൽ പരത്തി. അനധികൃത കെട്ടിട നിർമ്മാണം സംസ്ഥാന പാതയരികിൽ വ്യാപകമാകുന്നു. കാളികാവ് ഖുമൈനി ക്ലബ് പഞ്ചായത്തിന് എതിരെ. ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് കംഫോർട്ട് സ്റ്റേഷൻ തുറന്നുകൊടുക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. മൂത്തേടത്ത് ലീഗ് കോൺഗ്രസ് പോര് മുറുകുന്നു. കോൺഗ്രസ് വിശദീകരണ യോഗം നടത്തി തിരിച്ചടിക്കാൻ ലീഗും. നിലമ്പൂർ ഉപജില്ലാ കലോത്സവം സമാപനത്തിലേക്ക്. അറബി സംസ്കൃത കലോത്സവങ്ങൾ സമാപിച്ചു. വാർത്തകൾ വിശദമായി. അമരമ്പലം പഞ്ചായത്തിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ ചട്ടങ്ങൾ കാറ്റിൽ പരത്തുന്നു. സംസ്ഥാന പാതയരികിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട ദൂരപരിധി, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയാണ് പ്രധാനമായും അവഗണിക്കപ്പെടുന്നത്. അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുപാടം ടൗണിൽ ഉൾപ്പെടെ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തുന്നതായി പരാതി ഉയരുന്നത്. സംസ്ഥാന പാതയരികിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട ദൂരപരിധി, സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയാണ് പ്രധാനമായും അവഗണിക്കപ്പെടുന്നത്. 2 നിലകൾക്ക് മുകളിലേക്ക് പണിയുമ്പോൾ സ്വീകരിക്കേണ്ട ഫയർ എസ്കേപ്പ്, ഏണികൾ, കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറുകൾ എന്നിവ ഘടിപ്പിക്കണം. ചോർച്ച തടയുന്നതിനുള്ള വ്യാജേന ഒരടിക്ക് മുകളിൽ ചുമരുകെട്ടി ഷീറ്റിടുന്നതും നിയമവിരുദ്ധമാണ്. കെട്ടിടത്തിന്റെ ഉയരത്തിനനുസരിച്ച് ചുറ്റുഭാഗവുമുള്ള വിസ്തീർണവും വർദ്ധിപ്പിക്കണമെന്നാണ് നിയമം. ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനങ്ങൾക്ക് കെട്ടിടത്തിന് ചുറ്റും സുഗമമായി സഞ്ചരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കുവാനാണ് ഈ നിബന്ധന. സംസ്ഥാന പാതയരികിലെ കെട്ടിട നിർമ്മാണത്തിന് റോഡിൽ നിന്ന് പാലിക്കേണ്ട ദൂരപരിധി ടൗണിലെ ഭൂരിഭാഗം കെട്ടിടങ്ങളും പാലിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇക്കാര്യങ്ങൾ കാണിച്ച് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പഞ്ചായത്തിൽ ലഭിച്ച പരാതികളും അധികൃതർ മൂടിവെക്കുകയായിരുന്നു എന്നും പരാതിയുണ്ട്. പഞ്ചായത്തിലെ സ്വകാര്യ സ്കൂളുകളിൽ പലതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കെട്ടിട നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. ഇതിനെതിരെ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. അനധികൃതമായി കെട്ടിട നിർമ്മാണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് AIYF മാർച്ച് സംഘടിപ്പിച്ചു. UDF ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയ മാർച്ച് കരുവാരകുണ്ട് ASC-മാരായ ചേക്കുട്ടിയും സീസത്തിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഓഫീസിന് മുന്നിൽ തടയുകയായിരുന്നു. തുടർന്ന് വണ്ടൂർ മണ്ഡലം CPI ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന UDF ഭരണസമിതിക്കെതിരെ ജനകീയ സമരങ്ങൾ ഇനിയും ഉയർന്നു വരുമെന്നും ഒട്ടനവധി അടിസ്ഥാന വികസനങ്ങൾ പൂർത്തിയാക്കാനുള്ള ഗ്രാമപഞ്ചായത്താണ് കരുവാരകുണ്ടെന്നും പ്രഭാകരൻ പറഞ്ഞു. CPI കരുവാരകുണ്ട് ലോക്കൽ സെക്രട്ടറി അക്തർ, ജോൺ മാസ്റ്റർ, VC കബീർ, A വിനോദ്, M അലബി, ഷമീർ മുള്ളറ എന്നിവർ സംസാരിച്ചു. നേതാക്കൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി ചർച്ച നടത്തിയ ശേഷമാണ് പിരിഞ്ഞുപോയത്. ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞതായി നേതാക്കൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലെ മുഴുവൻ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കാനുള്ള വൻ പദ്ധതി നബാർഡിന്റെ സഹായത്തോടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ പറഞ്ഞു. പദ്ധതിയുടെ അംഗീകാരത്തിന് ഉടൻ ശ്രമം നടത്തുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മറ്റൊന്ന് പറയുന്നത് കമ്പർ സ്റ്റേഷന്റെ ശോധനാവസ്ഥ പദ്ധതി രേഖയിലുണ്ട് അംഗീകാരം. തോട്ടം തൊഴിലാളികളുടെ വേതന പരിഷ്കരണം അനിശ്ചിതത്വത്തിലാകുന്നു. സെപ്റ്റംബറിൽ കാലാവധി കഴിഞ്ഞ തോട്ടം തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നിട്ടും വേതന പരിഷ്കരണം മാത്രം നടപ്പിലായിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ വകുപ്പും തൊഴിലാളി യൂണിയനുകളും തോട്ടം ഉടമകളും നടത്തുന്ന ചർച്ചകളിൽ തോട്ടം ഉടമസ്ഥ സംഘം നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് തൊഴിലാളി യൂണിയനുകൾ 28 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. പ്ലാന്റേഷൻ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന റബ്ബർ, തേയില, കാപ്പി, ഏലം തുടങ്ങിയ വൻകിട തോട്ടങ്ങളിലാണ് സമരപ്രഖ്യാപനം വന്നിട്ടുള്ളത്. നിരവധി ചർച്ചകൾ നടത്തിയിട്ടും തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ കൂലി പരിഷ്കരണം ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല. ചില ഏലം തോട്ടം മേഖലയിൽ കരാർ കൂടാതെ പ്രതിദിനം ഇടക്കാല ആശ്വാസമായി 50 രൂപ ഇടക്കാല ആശ്വാസമായും പുറമേ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് 300 രൂപ കൂലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
വൻകിട കമ്പനികളുടെ കയ്യിലുള്ള 50,000 ഏക്കർ റബ്ബർ തോട്ടങ്ങളിൽ 10,000-ൽ താഴെ മാത്രമാണ് തൊഴിലാളികളുള്ളത്. ബാക്കി വരുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ കാര്യം ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ലെന്ന് തോട്ടം യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഓരോ ചർച്ചകളും തൊഴിലാളികൾ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. DA ഉൾപ്പെടെ 183 രൂപയാണ് തോട്ടം തൊഴിലാളികളുടെ കൂലി. റബ്ബർ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത 5 ലക്ഷത്തിലധികം വിസ്തീർണമുള്ള ചെറുകിട തോട്ടങ്ങളിൽ 350 മുതൽ 550 വരെ കൂലി നൽകിയിട്ടും സംഘടിത യൂണിയനുകളുള്ള തോട്ടങ്ങളിൽ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുവാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുകയാണ്. തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തോട്ടം ഉടമസ്ഥ സംഘടന നടപ്പിലാക്കുന്ന വേതന പരിഷ്കരണമാണ് കേരളത്തിലെ തോട്ടം ഉടമ സംഘം പിന്തുടരുന്നതെന്ന് തൊഴിലാളികൾക്ക് ആക്ഷേപമുണ്ട്. ജീവിത ചെലവ് തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതലാണെന്നതിനാൽ നിലവിലെ കൂലിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കേരളത്തിൽ ജീവിത ചെലവ് 500 രൂപയാണെങ്കിൽ തമിഴ്നാട്ടിൽ വെറും 150 രൂപ മാത്രമാണെന്നും തൊഴിലാളികൾ പറയുന്നു. കൂലി വർദ്ധിപ്പിക്കണമെങ്കിൽ അധ്വാനഭാരം കൂട്ടണമെന്നാണ് തോട്ടമുടമകൾ പറയുന്നത്. കൂലി ചർച്ചകളിൽ മുതലാളിമാരുടെ പ്രധാന ആവശ്യം 50 മരം വർദ്ധിപ്പിക്കണമെന്നാണ്. 300 മരം ടാപ്പിംഗ് നടത്തുന്നിടത്ത് 240 രൂപയിൽ കൂടുതൽ കൂലി വർദ്ധിപ്പിക്കണമെങ്കിൽ 350 മരം ടാപ്പിംഗ് ചെയ്യണമെന്നാണ് മുതലാളിമാരുടെ സംഘടന ആവശ്യപ്പെടുന്നത്. 1932 റോയൽ കമ്മീഷൻ 1946 റീഗെ കമ്മിറ്റിയും നാട്ടുനടപ്പ് കൂലിയേക്കാൾ ഉയർന്ന വേതനമാണ് സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾക്ക് ശുപാർശ ചെയ്തിരുന്നത്. കേരളപ്പിറവിക്ക് ശേഷം 1951-ലും 52-ലും വേതന പരിഷ്കരണ നിർദ്ദേശങ്ങളിലും തൊഴിലാളികൾക്ക് അർഹമായ പരിഗണന ലഭിച്ചു. എന്നാൽ പിന്നീട് ഏറെക്കാലം തോട്ടം തൊഴിലാളികൾക്ക് പരിഗണനകൾ കിട്ടിയെങ്കിലും പിന്നീട് ജീവിത ചെലവിന് ആനുപാതികമായോ നാട്ടുനടപ്പ് അനുസരിച്ചോ പോലും പരിഗണന കിട്ടുന്നില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ റബ്ബറിന് വിലയിടിവ് നേരിട്ടപ്പോൾ തൊഴിലാളികളുടെ DA മരവിപ്പിച്ച മുതലാളിമാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾക്കു ശേഷം കൂലി പുതുക്കി നിശ്ചയിക്കാൻ സർക്കാരിന് ഓർഡിനൻസ് ഇറക്കേണ്ടി വന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ റബ്ബർ മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടായിട്ടും ആധുനിക ക്ലോണുകൾ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് ഉൽപ്പന്നം ഗണ്യമായി കൂടിയിട്ടും തൊഴിലാളികൾക്ക് ന്യായമായ വേതനം നൽകുവാൻ തയ്യാറാകാത്തത് തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വിലവർദ്ധനവ് കാരണം 3 വർഷം മുമ്പ് കൂലി പുതുക്കിയതിന്റെ യഥാർത്ഥ ഫലം കുറച്ചുനാൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും വ്യവസായത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചും ജീവിത ചെലവിന് ആനുപാതികമായും കൂലി വർദ്ധിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. സമഗ്ര ആരോഗ്യ പദ്ധതി രൂപീകരണ ശില്പശാല നടത്തി. ആമമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്രവൃത്തിപഥത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ പഞ്ചായത്തും വാർഡും സ്കൂളും മറ്റെല്ലാ പരിസരങ്ങളും ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. അതാത് പ്രദേശങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രതിവിധി എന്നാണ് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടില്ല. അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെയും അമരമ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ NRHMന്റെ സഹകരണത്തോടെയാണ് ശില്പശാല നടത്തിയത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവദാസൻ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തനുജ ആദവനാട് അധ്യക്ഷത വഹിച്ചു. അമരമ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ സജിത റോസ് പദ്ധതി വിശദീകരണം നടത്തി. അമരമ്പലം പഞ്ചായത്ത് മെമ്പർമാർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ, ആരോഗ്യ പ്രവർത്തകർ, വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. ശില്പശാല ചാലിയാർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ നയിച്ചു. കാളികാവ് ഖുമൈനി ക്ലബ് പഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ്, കംഫോർട്ട് സ്റ്റേഷൻ പ്രവൃത്തി പൂർത്തിയായിട്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെയാണ് ക്ലബ് പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുള്ളത്. മറ്റ് സംവിധാനങ്ങളില്ലാത്തതിനാൽ ബസ് സ്റ്റാൻഡ് പരിസരം മലമൂത്ര വിസർജന കേന്ദ്രമായിരിക്കുകയാണെന്നും മാലിന്യങ്ങൾ കൂടി കുമിഞ്ഞ് നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് ദുർഗന്ധം വമിക്കുകയാണെന്നും ക്ലബ്ബ് പ്രവർത്തകർ പരാതിപ്പെട്ടു. പരിസരത്തെ ആകെ ആശ്രയമായിരുന്ന ഹോട്ടൽ അടയ്ക്കുകകൂടി ചെയ്തതോടെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണെന്ന് ക്ലബ്ബ് നൽകിയ പരാതിയിൽ പറയുന്നു. കംഫർട്ട് സ്റ്റേഷൻ ഉടൻ തുറന്നില്ലെങ്കിൽ നാട്ടുകാരുടെ സഹായത്തോടെ പ്രത്യക്ഷ സമരപരിപാടികൾ നടത്തുമെന്ന് ക്ലബ്ബ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് നൽകിയ പരാതിയിൽ മുന്നറിയിപ്പ് നൽകി. കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞുകിടക്കുന്നത് സ്വന്തം വാർത്തകൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പാലം യാഥാർത്ഥ്യമാകും മുമ്പേ മന്ത്രി പാലത്തിലൂടെ നടക്കുന്ന ബോർഡ് സ്ഥാപിച്ച് ആഹ്ലാദം പങ്കിടുന്നു. കാളികാവുകാരുടെ ചിരകാല സ്വപ്നമായ ചെത്തുകടവ് പാലത്തിന് 3 കോടി രൂപ അനുവദിച്ച സ്ഥലം MLAയും മന്ത്രിയുമായ AP അനിൽകുമാറിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് അങ്ങാടിയിൽ ചുമട്ടുതൊഴിലാളികൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാളികാവിലെത്തിയ മന്ത്രി ചെത്തുകടവ് പാലത്തിന് 3 കോടിയും കാളികാവ് വണ്ടൂർ റോഡിന് 3.5 കോടിയും അനുവദിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. പാലത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് പോലുമില്ലാത്ത ഈ ഘട്ടത്തിൽ തന്നെ പ്രവർത്തകരുടെ ആവേശമാണ് ബോർഡിലൂടെ ഉയരുന്നത്. റഫ് എസ്റ്റിമേറ്റ് മാത്രമെടുത്തിട്ടുള്ള പാലത്തിന് തുടർ നടപടികൾ തുടങ്ങേണ്ടതുണ്ട്. ഭരണാനുമതി ലഭിച്ചിട്ടുള്ള പാലത്തിന് സാങ്കേതിക അനുമതി ലഭിക്കേണ്ടതുണ്ട്. പലതവണ പാലത്തിന് സർവേ നടത്തുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു.
എന്നാൽ പാലം മാത്രം യാഥാർത്ഥ്യമായില്ല. ഇത്തവണ പാലം യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടി മുസ്ലിം ലീഗും കോൺഗ്രസും ശ്രമങ്ങൾ നടത്തുകയാണ്. ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട വിഷയമായി ചെത്തുകടവ് പാലം മാറിയിരിക്കുന്നു. കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ കാലത്ത് MK മുനീർ കാളികാവ് സന്ദർശിച്ച സമയത്ത് പാലം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. മണ്ഡലമാറ്റത്തോടെയാണ് ചെത്തുകടവ് പാലം വീണ്ടും സജീവമായത്. കാളികാവ് ചോക്കാട് പഞ്ചായത്തുകൾ വണ്ടൂരിലേക്ക് മാറിയതോടെയാണ് പാലം നിർമ്മാണത്തിന് നടപടികൾ ആരംഭിക്കുന്നത്. കാളികാവ് പാലത്തിലെ വീതിക്കുറവും വാഹനങ്ങളുടെ തിരക്കും ചെത്തുകടവ് പാലവും ബൈപ്പാസ് റോഡും അനിവാര്യമായിരിക്കുന്നു. കാളികാവ് പഞ്ചായത്തിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മത്സരങ്ങളിൽ നിന്നും കലാസാഹിത്യ മത്സരങ്ങൾ ഒഴിവാക്കിയതിനെതിരെ പരാതി. കായിക മത്സരങ്ങൾ മാത്രം നടത്തുവാനുള്ള പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ പഞ്ചായത്ത് പുരോഗമന കലാസാഹിത്യ സംഘം കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. കാളികാവ് പഞ്ചായത്ത് വർഷങ്ങളായി കേരളോത്സവം തന്നെ നടത്താറില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, യുവജന സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ കേരളോത്സവത്തിൽ കലാസാഹിത്യ മത്സരങ്ങൾ നടത്താത്തതിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. ചടങ്ങിൽ ഹംസ ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. VA കരീം, EP സാനു, A കൃഷ്ണവാര്യർ, KV സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള.